സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മന്തി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ മന്തി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലതായിരിക്കും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മന്തി കഴിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്കായിട്ട് ഇത് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചേരുവകൾ ആദ്യം ഇത് ചൂടാക്കി പൊടിക്കാനുണ്ട്. 3 ഏലക്ക, കുറച്ച് പട്ട, ഒരു 6 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ കുരുമുളക്, ഉണക്കമല്ലി, 2.5 ടീസ്പൂൺ. ഇതിലേക്കൊരു ജാതിക്ക ചെറിയ പീസ്. ഇതിലേക്ക് ജീരകം, നല്ല ജീരകം 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി ഒരു ചെറിയ മണക്ക് അങ്ങനെ വന്ന് തുടങ്ങുമല്ലോ, ഒരു ചൂടായ ഒരു സ്മെല്ല്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ചൂടാറിന് ശേഷം പൊടിച്ചെടുക്കാം. ഓഫ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ പൊടിച്ചെടുക്കാം. എല്ലാം ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുക്കണം. അത് ചൂടാക്കൊന്നും വേണ്ട. അതിന് മുമ്പ് കുറച്ച് മസാല നമുക്ക് ചിക്കനിൽ പുരട്ടി വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി പൊടിച്ചത് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കം ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് പൊടിപൊടിയായി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ, 2-2.5 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് കിട്ടുമല്ലോ. അപ്പോൾ ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1.5 എണ്ണം ചേർക്കുന്നുണ്ട്. ബാക്കി പകുതി ചോറ് വയ്ക്കുമ്പോൾ എടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കിലോ ചിക്കനാണ് എടുക്കുന്നത്. 2 പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പുതിനയില 2 തണ്ട്, ഒരു 10-12 ഇലകൾ മതി. പിന്നെ ഒരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത്. എല്ലാം കൂടെ നന്നായിട്ട് ഞെരടി യോജിപ്പിക്കണം. കൈകൊണ്ട് തന്നെ ഞെരടി യോജിപ്പിക്കണം. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കണ്ട കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കൻ സ്റ്റോക്കിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിക്കൻ പീസസ് ഒന്ന് വരയോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തിയിട്ടോ ചേർക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ ഞാനിപ്പോൾ വരഞ്ഞാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 750 ഗ്രാം ഉണ്ട് ചിക്കൻ. അപ്പോൾ അതിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ ബിരിയാണി കമ്പയർ ചെയ്യുമ്പോൾ ഈ ചിക്കൻ മന്തി അല്ലെങ്കിൽ വേറെ ബീഫോ മട്ടനോ ഒക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മസാലയുടെ വല്ലാത്തൊരു കുത്ത് അങ്ങനെയൊന്നുമില്ല. എരിവും പുളിയും ഒന്നുമില്ലല്ലോ. വളരെ സിമ്പിളായിട്ടാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് മസാല പുരട്ടി കഴിഞ്ഞു. ഇനി ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഇതിനുള്ള അരി, ചോറ് വയ്ക്കാനുള്ള അരി നമുക്കൊന്ന് കുതിർക്കാനുണ്ട്. അപ്പോൾ സെല്ല ബസ്മതി റൈസ് വൈറ്റാണ്, 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പേർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി അതും ഒരു അരമണിക്കൂർ കുതിർക്കാനിടാം. അപ്പോൾ ചിക്കൻ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. ഇത് സ്ലോ കുക്കിംഗ് ആണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. വേറെ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ചേർത്ത് വെച്ച് അത് തന്നെ മതി. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 25-30 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് വരെയൊക്കെ ചെയ്യാം. നന്നായിട്ട് ആ ചിക്കൻ വേവണം, നല്ല മസാലയൊക്കെ പിടിക്കണം, കരിയാതെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലായതുകൊണ്ട് ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം റിലീസ് ചെയ്തിട്ട് കുറച്ച് ലൂസായ പോലെയൊക്കെ തോന്നും. പിന്നീട് അത് പതുക്കെ വറ്റി നല്ല മസാല അങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ അതാവട്ടെ. ഇതിനിടയിൽ നമുക്ക് ചട്നി റെഡിയാക്കാം. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ചട്നി കിട്ടും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിലേക്കായിട്ട് 2 പച്ചമുളക് കുരു കളഞ്ഞത്, 3 വെളുത്തുള്ളി, മീഡിയം സൈസ് വെളുത്തുള്ളി, ഒരു പിടി മല്ലിയില, 3 മീഡിയം തക്കാളി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസ്, ഒരു ടീസ്പൂൺ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചൊരു 1/4 ഭാഗം ക്യാപ്സിക്കം ഉണ്ടായി, അതും കൂടെ ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. വേണമെങ്കിൽ അല്പം വെള്ളം ചേർക്കാം. ചട്നി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട്.
കണ്ടോ നല്ല പാകത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സ്മോക്ക് ചെയ്യാത്ത വിധത്തിലുള്ള ഒരു മന്തിയാണ് ചെയ്യുന്നത്. സ്മോക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ കുതിർക്കാനിട്ടിരുന്നു, അത് വാർത്ത് വെക്കണം. ഇനി ചൂട് കട്ടിയുള്ളൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ ശരിക്കും വേണ്ടത് 4 കപ്പ് വെള്ളമാണ്, പക്ഷേ ഇവിടെ 3.5 കപ്പ് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ആ ചിക്കൻ ക്യൂബും കൂടെ ചേർക്കുന്നുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ 2 വഴനയില, 2-3 കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, ഇത്രയും ചേർത്തു. ഇനി ഈ ചിക്കൻ സ്റ്റോക്ക് പകുതി നമ്മൾ മാറ്റി വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഉണങ്ങിയ ലെമണും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വാർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടും ഓയിലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുന്നുള്ളൂ. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതും ചേർക്കാം, അത് വേണമെങ്കിൽ ചേർക്കാം. ഇനി മൂടി വെച്ചൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒരുവിധം വെള്ളമൊക്കെ വറ്റിന്ന് കാണുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അധികം കുക്ക് ചെയ്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ചിക്കൻ റെഡിയാക്കിയ ആ പാൻ എടുക്കാം. അതിൽ നിന്ന് ചിക്കൻ പീസസ് മാത്രം മാറ്റി വയ്ക്കാം. ഇനി ആ തയ്യാറാക്കിയ ചോറ് ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ചോറിൻ്റെ മീതെ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. പച്ചമുളക് ഒരു 3-4 വേണമെങ്കിൽ നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ സ്മോക്കി ഫ്ലേവർ വേണമെന്നുള്ളവർക്ക് ഈ ചോറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ സ്റ്റീലിൻ്റെ ബൗൾ വെച്ച് അതിൽ കനലാക്കിയ ചാർക്കോൾ വയ്ക്കാം. ഇനി ആ കനലിൻ്റെ മീതെ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് പുകഞ്ഞു വരും. അപ്പോൾ പെട്ടെന്ന് കവർ ചെയ്ത് വെച്ചാൽ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചു, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മൾ മന്തി കഴിക്കുമ്പോൾ ഒരു സ്മോക്കി ഫ്ലേവറും അതുപോലെ മഞ്ഞ കളറൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ അതൊന്നുമില്ല, എങ്കിലും ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക്